നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 10th പ്രിലിംസ് ഇനി വരുന്ന ഘട്ടങ്ങളിൽ പരീക്ഷയുള്ളവർ പ്രധാനമായും നോക്കിയിരിക്കേണ്ട സയൻസ് ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളുടെയും ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കുക. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ ആണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ. അപ്പൊ ഇൻസുലിൻ ഹോർമോൺ സ്രവിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ് ഗ്രന്ഥി സ്രവിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പാൻക്രിയാസ് ആണ്. മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസിന്റെ സ്ഥാനം എവിടെയാണ്? ആമാശയത്തിന്റെ താഴെ. പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന കോശ സമൂഹത്തിന്റെ പേരെന്താ? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹം കാണപ്പെടുന്ന ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാൽ പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. ഇനി ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങളാണ് ഗ്ലൂക്കഗോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഏത്? ഇൻസുലിൻ. അപ്പോൾ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നത് ഇൻസുലിൻ ആണ്. എവിടെ വെച്ച്? കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ ആണ്. ഇൻസുലിൻ, കണ്ണുനീർ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ സിങ്ക് ആണ്. അപ്പൊ ഈ ഇൻസുലിന്റെ ഉൽപാദനം കുറയുന്നതിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഡയബറ്റിസ് മെലിറ്റസ്. അടുത്ത ചോദ്യം, സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O ഗ്രൂപ്പ് ആണ്. അപ്പൊ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 10th പ്രിലിംസ്, ഇനി വരാനിരിക്കുന്ന 10th മെയിൻസ് മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ബാച്ചുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ കഴിഞ്ഞ 10th പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയുടെ റിലേറ്റഡ് ഫാക്ട്സ് 100 ചോദ്യങ്ങളുടെയും റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പ് വഴിയാണ് നൽകുന്നത്. ഈ വരുന്ന ഘട്ടങ്ങളുടെ എല്ലാ റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ 10th മെയിൻസിന്റെ ക്ലാസ് ഉടനെ തന്നെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഒരു ബാച്ച് പോകുന്നുണ്ട്, ഉടനെ തന്നെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിൽ ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ കുറച്ച് പേര് ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അവർക്ക് കൂടെ വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് ഞാൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. അതുപോലെ വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LD, കമ്പനി LGS, ഫയർമാൻ മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ഫുൾ സിലബസ് കവറേജ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, SCRT NCRT ക്ലാസ്സുകൾ മുതലായവ എല്ലാം ആ ഒരൊറ്റ കോഴ്സിൽ, ഏത് കോഴ്സാണോ നിങ്ങൾ എടുക്കുന്നത് ആ കോഴ്സുകളിലെല്ലാം ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ലഭ്യമായിരിക്കും. ഓക്കെ. കൂടാതെ ജനറൽ PSCക്ക് വേണ്ടിയിട്ട്, ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടിയും പ്രിപ്പയർ ചെയ്യാൻ ജനറൽ PSCക്ക് വേണ്ടിയിട്ടും ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൽ അവൈലബിൾ ആണ്. സ്റ്റഡി പ്ലാൻസ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ജനറൽ PSCക്ക് സ്റ്റഡി പ്ലാൻ ഇല്ല, ബാക്കി എല്ലാ കോഴ്സിനും സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് കോഴ്സ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് കൃത്യമായിട്ട് അങ്ങ് പഠിച്ചു പോയാൽ മതി. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ രക്തഗ്രൂപ്പ് കണ്ടെത്തിയത് ആരാ? കാൾ ലാൻഡ്സ്റ്റെയ്നർ ആണ് രക്തഗ്രൂപ്പ് കണ്ടെത്തിയത്. രക്തഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിശ്ചയിക്കുന്ന വസ്തു ഏതാണ്? RH ഫാക്ടർ ആണ് രക്തഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിശ്ചയിക്കുന്ന വസ്തു. ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? O പോസിറ്റീവ് ആണ്. ഏറ്റവും കുറവായിട്ട് കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാ? AB നെഗറ്റീവ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാ? കാൽഷ്യം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാണ്? കാൽഷ്യം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ജീവകം K ആണ്. അപ്പോൾ സാർവിക ദാതാവ് എന്നറിയപ്പെടുന്നത് O ഗ്രൂപ്പും സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? AB ഗ്രൂപ്പാണ്. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത്. ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ O ഗ്രൂപ്പാണ്. ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ AB ഗ്രൂപ്പ്. അടുത്ത ചോദ്യം, വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡുമായി ബന്ധപ്പെട്ടതാണ്. ടൈഫോയിഡ്. ബയോപ്സി ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ക്യാൻസർ ആണ്. ഷിക് ടെസ്റ്റ്
ഡിഫ്തീരിയ. ഷിക് ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഡിഫ്തീരിയ. ലാപ്രോമിൻ ടെസ്റ്റ്, ഹിസ്റ്റാമിൻ ടെസ്റ്റ് എന്നിവ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കുഷ്ഠവുമായി ബന്ധപ്പെട്ടതാണ്. ലാപ്രോമിൻ ടെസ്റ്റ്, ഹിസ്റ്റാമിൻ ടെസ്റ്റ് എന്നിവ കുഷ്ഠവുമായി ബന്ധപ്പെട്ടതാണ്. മാൻഡോ ടെസ്റ്റ് ക്ഷയവുമായി ബന്ധപ്പെട്ടതാണ്. മാൻഡോ ടെസ്റ്റ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ക്ഷയവുമായി ബന്ധപ്പെട്ടതാണ്. പോളിഗ്രാഫ്, നാർക്കോ അനാലിസിസ് മുതലായവ കള്ളം പറയുന്നത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പരിശോധനയാണ്. പോളിഗ്രാഫ് ടെസ്റ്റ്, നാർക്കോ അനാലിസിസ് എന്നിവ കള്ളം പറയുന്നത് കണ്ടെത്താനുള്ള പരിശോധനയാണെന്ന് ഓർക്കുക. ടൂർണിക്ക ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഡെങ്കിപ്പനി. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികളാണുള്ളത്? മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ 24 അസ്ഥികളാണുള്ളത്. മനുഷ്യരിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? 24. അപ്പൊ അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓസ്റ്റിയോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികളാണുള്ളത്? 206. നവജാത ശിശുക്കളിലാണെങ്കിലോ 300 അസ്ഥികളാണുള്ളത്. ഇനി മനുഷ്യനിൽ അസ്ഥി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെ പദാർത്ഥം കൊണ്ടാണ്? കാൽഷ്യം ഫോസ്ഫേറ്റും കാൽഷ്യം കാർബണേറ്റും ഉപയോഗിച്ചിട്ടാണ് മനുഷ്യനിൽ അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ ഓക്സിജനും. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ കാൽഷ്യവുമാണ്. അപ്പൊ അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ലോഹം ഏതാണ്? കാൽഷ്യം. അസ്ഥികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായ ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ജീവകം ഡി ആണ്. ഇനി അസ്ഥികളെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ്? ആർത്രൈറ്റീസ്. തിരിച്ചു ചോദിക്കും. ആർത്രൈറ്റീസ് ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്തെയാണ്? അസ്ഥികളെയാണ്. റിക്കറ്റ്സ് അഥവാ കണാരോഗം, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അഥവാ കണാരോഗം ബാധിക്കുന്നത് അസ്ഥികളെയാണ്. ഓസ്റ്റിയോപോറോസിസ്, ഓസ്റ്റിയോ വെച്ച് തുടങ്ങുന്നത്, ഓസ്റ്റിയോളജി എന്നാൽ അസ്ഥികളെ കുറിച്ചുള്ള പഠനമല്ലേ. അപ്പോൾ ഓസ്റ്റിയോപോറോസിസ്, ഓസ്റ്റിയോമലേഷ്യ എന്നിവ അസ്ഥികളെ ബാധിക്കുന്ന രോഗങ്ങളാണ്. തലയോടിൽ എത്ര അസ്ഥികളുണ്ട്? 22 അസ്ഥികൾ. മാറലിൽ എത്ര അസ്ഥിയുണ്ട്? 1 അസ്ഥി. നട്ടെല്ലിൽ എത്ര അസ്ഥിയുണ്ട്? 33 അസ്ഥി. വാരിയെല്ലിൽ എത്ര അസ്ഥിയുണ്ട്? 24 അസ്ഥി. തോളലിൽ എത്ര അസ്ഥിയുണ്ട്? 4 അസ്ഥി. ഓക്കെ. അടുത്ത ചോദ്യം, ശരീരത്തിലെ കാൽഷ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. ശരീരത്തിലെ കാൽഷ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? കാൽസിഫെറോൾ എന്നതാണ് ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. സൂര്യപ്രകാശം ശരീരത്തിലേക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം ഡി. പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ജീവകവും ഏത് തന്നെയാണ്? ജീവകം ഡി ആണ്. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമേതാ? കണ അഥവാ റിക്കറ്റ്സ്. ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പേത്? എർഗോസ്റ്റിറോൾ ആണ് ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പ്. ജീവകം ഡി പ്രധാനമായി ലഭിക്കുന്ന ഭക്ഷ്യവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ പാലുൽപ്പന്നങ്ങൾ. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ, ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ജീവകം ഡി ആണ്. ശരീരത്തിൽ കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏത്? ജീവകം ഡി. ഇവിടെ ചോദിച്ചത് കാൽഷ്യം ആഗിരണത്തെ. ഫോസ്ഫറസിന്റെ ചോദിച്ചാലും ഏത് തന്നെയാണ് ഉത്തരം? ജീവകം ഡി ആണ്. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം ഏതാ? കണ അഥവാ റിക്കറ്റ്സ്. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തേ. കുടിവെള്ളമായി ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ pH മൂല്യം എത്രയാണ്? 6.5 to 8.5 വരെ pH ഉള്ള വെള്ളമാണ് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നത്. PSC ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തു. നാരങ്ങ വെള്ളത്തിന്റെ pH മൂല്യം എത്രയാണ്? 2.4 ആണ്. 2.4. അപ്പൊ ഈ pH എന്നാൽ ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരിശോധിച്ചറിയാനുള്ള ഉപകരണമാണ് ഏത്? pH സ്കെയിൽ. ഈ pH സ്കെയിൽ
കണ്ടെത്തിയതാരാ? സൊറൻസൺ ആണ് pH സ്കെയിൽ കണ്ടെത്തിയത്. 0 മുതൽ 14 വരെയാണ് pH സ്കെയിലിൽ വാല്യൂസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. pHന്റെ ഫുൾ ഫോം എന്താ? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നതാണ് pHന്റെ ഫുൾ ഫോം. pH മൂല്യം 7 മുകളിലാണെങ്കിൽ ആൽക്കലി സ്വഭാവമായിരിക്കും. pH മൂല്യം 7 താഴെയാണെങ്കിൽ ആസിഡ് സ്വഭാവമായിരിക്കും. അപ്പോൾ pH മൂല്യം 7 ആണെങ്കിലോ അത് നിർവീര്യ വസ്തുവിന്റെ pH മൂല്യമാണ്. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണെന്ന് ചോദിച്ചാൽ 7 തന്നെയാണ്. നിർവീര്യ വസ്തുവിന്റെ pH മൂല്യം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 7 ആണ്. ഇനി കുറച്ച് പദാർത്ഥങ്ങൾ നോക്കാം. ജലം, അതായത് ശുദ്ധജലമാണ്. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7. കടൽ ജലത്തിൻ്റെതാണെങ്കിലോ 7.5 മുതൽ 8.4 വരെ. 7.5 മുതൽ 8.4 വരെയാണ് കടൽ ജലത്തിന്റെ pH മൂല്യം. ടൂത്ത് പേസ്റ്റിന്റെ pH ചോദിച്ചാൽ 8.7 ആണ്. അപ്പൊ 8.7 എന്ന് വെച്ചാൽ 7 മുകളിലുള്ള വാല്യൂ അല്ലേ? അപ്പൊ എന്തായിരിക്കും? ആൽക്കലി സ്വഭാവമാണ്. ആൽക്കലി സ്വഭാവം. വിനാഗിരി ആസിഡ് ആണ്. അപ്പോൾ 7 താഴെയായിരിക്കും അതിന്റെ മൂല്യം. 4.2 ആണ് വിനാഗിരിയുടെ pH മൂല്യം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓരോ ക്വസ്റ്റ്യനും എടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് പഠിച്ചു പോവുക. ആ ക്വസ്റ്റ്യൻസ് തന്നെ അടുത്ത പരീക്ഷയ്ക്ക് PSC റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പ് ക്ലാസ്സുകളൊക്കെ നടന്നു വരികയാണ്. കോഴ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സീറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.